ഇനി നമ്മൾ റീജിയണൽ വൈസിൽ ഇതെങ്ങനെ പ്രതിഫലിച്ചു എന്ന കാര്യം കൂടി നോക്കാറുണ്ട്. ഇതിലേക്ക് വരുമ്പോൾ കൂടുതൽ വ്യക്തമായൊരു ചിത്രം നമുക്ക് വരുന്നു. അതായത് മുന്നണികൾക്ക് മേഖലാ അടിസ്ഥാനത്തിൽ എത്ര കണ്ട് സീറ്റ് കിട്ടി എന്ന കാര്യം കൂടിയാണ്. കൊച്ചിൻ ആ ഒരു റീജിയൻ്റെ ഒരു പ്രതിഫലനമാണ്. കൊച്ചിൻ ഉദ്ദേശിച്ചത് സെൻട്രൽ ട്രാവൻകൂർ എന്നതാണ് ഉദ്ദേശിച്ചത്. മധ്യകേരളത്തിൻ്റെ സാഹചര്യം നോക്കൂ. മധ്യകേരളത്തിൽ ഇടതുപക്ഷത്തിനുണ്ടായിരിക്കുന്നത് 37.96% വോട്ടുകൾ. അത് മധ്യകേരളത്തിലെ മൊത്തം പോൾ ചെയ്ത വോട്ടുകളിൽ 37.96% വോട്ടുകളാണ് അവർക്ക് കിട്ടിയത്. പക്ഷേ അത് സംഭവിക്കുന്നത് 6% കുറവാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്നതാണ്. അതേസമയം UDFിൻ്റെ ചിത്രം നോക്കൂ. UDFിൻ്റെ മധ്യകേരളത്തിലെ വളർച്ച നോക്കൂ. 45.27% അവരുടെ വോട്ട് ഷെയർ ഉയരുമ്പോൾ ഉണ്ടാവുന്ന വർധനവ് 8.34% വർധനമാണ് ഉണ്ടാവുന്നത്. അതെ, 8.38 വലിയ വർധനവ്. അതേസമയം BJPയുടെ വോട്ട് ശതമാനത്തിൻ്റെ വർധനവ് 15%. അത് 1.98%. അതായത് മധ്യകേരളം UDFിനും ഒപ്പം തന്നെ BJPക്കും മോശമല്ലാത്ത ഒരു വളർച്ച അവിടെ നൽകിയിട്ടുണ്ട് എന്ന ഒരു സാഹചര്യം കണക്ക്. ഇടുക്കി, എറണാകുളം എല്ലാം ഒരു ക്ലീൻ സ്വീപ്പിലേക്ക് സ്വാഭാവികമായിട്ട് കോൺഗ്രസ് പോകുമ്പോൾ UDF പോകുമ്പോൾ ഈ അത്ഭുതമുള്ള കണക്കല്ല, UDF പ്രതീക്ഷിച്ച കണക്ക് കൂടിയാണ് അവിടെ. പക്ഷേ കുറച്ചുകൂടി ഒരു പക്ഷേ മറ്റു മേഖല കൂടി നമുക്ക് വിശദമായി പരിശോധിക്കാം. പക്ഷേ മേഖലാടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഒരു പക്ഷേ UDFിന് ഏറ്റവും വളർച്ച ഉണ്ടായത് മധ്യകേരളത്തിലാണ് എന്നത് ഈ വോട്ട് ശതമാന കണക്കിൽ പ്രകടമാവുന്നുണ്ടായിരുന്നു. ഇനി തെക്കൻ കേരളം, ട്രാവൻകൂർ. തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു കൗതുകം കൂടിയുണ്ട്. തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ നോക്കൂ, LDFിന് 37.63%-യാണ് 7.49%, 7.5% നഷ്ടം LDFിന് നേരിടേണ്ടി വരുന്നുണ്ട്. UDFിലേക്ക് വരുമ്പോൾ UDFിന് 43.21% അവരുടെ വോട്ട് ഷെയറിൻ്റെ അവരുടെ കൂടുതൽ നേട്ടം, മുൻ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ചുള്ള നേട്ടം 6.52%, നേട്ടം ഉണ്ടാവുന്നുണ്ട് എന്നൊരു സാഹചര്യം. ഇവിടെയാണ് BJPയുടെ കൗതുകം. BJPക്ക് നോക്കൂ, തെക്കൻ കേരളത്തിലെ വളർച്ച നോക്കൂ, 3%. സംസ്ഥാനത്തിൻ്റെ പൊതു വളർച്ച അവർക്ക് 2%, 1.5% മുകളിൽ മാത്രമാണുള്ളത്. പക്ഷേ തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ 17.78% വോട്ടുകൾ അവർ പിടിച്ചു. അതായത് BJP കൊല്ലത്ത് നേടിയതും ചാത്തന്നൂർ നേടിയതും തിരുവനന്തപുരം ജില്ലയിലെ 2 സീറ്റുകളും ഉൾപ്പെടെ തെക്കൻ കേരളത്തിലാണ് വരുന്നത്. അതിൻ്റെ ഒരു പ്രകടനമാണ് കൃത്യമായി ഇവിടെ ഉണ്ടാവുന്നത്, അല്ലേ? 18% മാത്രം കുറവ്. തെക്കൻ കേരളത്തിലാണ് BJP ശരിക്കും വളരുന്നത്. കാരണം തിരുവനന്തപുരത്ത് 2 സീറ്റ്, അടുത്തുള്ള ചാത്തന്നൂർ സീറ്റ് പിടിക്കുന്നു. തിരുവനന്തപുരത്ത് തന്നെ അതിശക്തമായ പോരാട്ടം ഇവിടെ തിരുവനന്തപുരം സെൻട്രൽ കാഴ്ചവെക്കുന്നു. വട്ടിയൂർക്കാവിൽ 3ാം സ്ഥാനത്താണെങ്കിൽ, അതായത് 3 സീറ്റ് ഉള്ളെങ്കിലും അതിനും അപ്പുറമുള്ള പെർഫോമൻസ് മറ്റിടങ്ങളിൽ നടത്തിയിട്ടുണ്ട്. 2ാം സ്ഥാനത്ത് വരുന്നു. അങ്ങനെ BJP തെക്കൻ കേരളത്തിലാണ് കുറച്ചുകൂടി ശക്തമായി വളരുന്നത് വ്യക്തമാണ് ഈ വോട്ട് ഷെയറിലെ ഒരു വളർച്ച. അതാണ് വോട്ട് ഷെയറിൽ സംഭവിക്കുന്നത്. BJPക്ക് സംസ്ഥാന അടിസ്ഥാനത്തിൽ ഏറ്റവും വോട്ട് ഷെയറിൻ്റെ വർധനവുണ്ടായത് തെക്കൻ കേരളത്തിൽ എന്നതാണ് ഈ തെളിവ് തെളിയിക്കുന്നത്. ഇനി നമുക്ക് മലബാർ കൂടി നോക്കാം. മലബാറിലേക്ക് വരുമ്പോൾ നോക്കൂ, മലബാറിൽ LDFിൻ്റെ വോട്ട് ഷെയർ 36%, 36.5%. നഷ്ടം ഏകദേശം 7.5% നഷ്ടമായി വരുന്നുണ്ട്. അതേസമയം UDFിൻ്റെ ചിത്രം നോക്കൂ. UDFിൻ്റെ വോട്ട് ഷെയർ 50%. അതായത് മലപ്പുറത്തിൻ്റെ ഒരു പ്രാതിനിധ്യമാണ് ഏറ്റവും പ്രകടമായി ഇവിടെ ഉണ്ടാകുന്നതെന്ന് കരുതാം. മൊത്തം നോക്കുമ്പോൾ 7.5%, 7.7% വർധനമുണ്ട്. അതായത് മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ്. അതെ, അപ്പം വളരെ പ്രകടമായി ഏറ്റവും വലിയ വോട്ട് ഷെയർ UDFിന് കിട്ടിയിരിക്കുന്നത് മലബാറിൽ നിന്ന് തന്നെയാണ്. അത് 50%. എന്നാൽ UDFിന് ഏറ്റവും വോട്ട് ഷെയറിൻ്റെ വർധനമുണ്ടായിരിക്കുന്നത് മധ്യകേരളത്തിലെന്ന കൗതുകം കൂടിയുണ്ട്. ഏറ്റവും ഉയർന്ന വോട്ട് ഷെയർ എന്തായാലും മലബാറിൽ തന്നെയാണ്. മലബാറിലേക്ക് വരുമ്പോൾ BJPയുടെ വോട്ട് ഷെയർ നോക്കൂ. BJPയുടെ വോട്ട് ഷെയർ 10%. അതായത് ഈ തെക്കൻ കേരളത്തിലെയും മധ്യകേരളത്തെയും അപേക്ഷിച്ച് താരതമ്യേന കുറവ് വോട്ട് ഷെയർ. മലബാറിൻ്റെ പ്രാതിനിധ്യം അങ്ങനെ തന്നെയാണ്. വെറും 1% പോലും വർധനവ് അവിടെ അവർക്ക് ഉണ്ടായിട്ടുമില്ല. BJPയുടെ ചിത്രം അങ്ങനെയാണ് വരുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, ഈ സംസ്ഥാനത്തിൻ്റെ ഒരു പൊതു പ്രതിഫലനം ഈ വോട്ട് ഷെയറിലും ഉണ്ടായിട്ടുണ്ട്, അല്ലേ? തീർച്ചയായിട്ടും. ഒരു കണക്കൂടെ BD സതീശൻ പ്രതിപക്ഷത പറഞ്ഞത്, വോട്ടെണ്ണി കാസർഗോഡ് നിന്ന് ഇങ്ങോട്ട് തെക്കോട്ട് വരുമ്പോൾ എറണാകുളം എത്തുമ്പോൾ ജയിക്കുമെന്നൊരു കണക്ക് നമുക്ക് ആ ഒരു കണക്കൂടെ നോക്കിയാൽ മലബാറിൽ UDFിന് സീറ്റ് 40, കൊച്ചിൻ മധ്യകേരളത്തിൽ 28, 68 സീറ്റായി. പിന്നെ 3 സീറ്റ് കുറവ് മാത്രമേ ഉള്ളൂ. തിരിച്ച് മലബാറും തെക്കൻ കേരളം നോക്കിക്കഴിഞ്ഞാൽ അത് 74 സീറ്റായി. ഈ മധ്യകേരളം ഇല്ലാതെ തന്നെ കോൺഗ്രസിന് ഭരണത്തിലേക്കുള്ള സീറ്റ് ഈ 2 റീജിയൻ മാത്രം, അതായത് 40 + 28 അല്ലേ, 28, 68 ആവുള്ളൂ. ഈ കൊച്ചിനും മധ്യ കേരളവും അതുപോലെ മലബാറും കൂടെ ആകുമ്പോൾ 68 സീറ്റ് ആവും. തിരിച്ച് മലബാറും
തിരുവിതാംകൂർ തെക്കൻ ജില്ലകളിൽ കൂട്ടുമ്പോൾ 74 സീറ്റ് ഭരിക്കാൻ ആവശ്യമായ കേവല ഭൂരിപക്ഷം മറികടന്ന് ഈ 2 മേഖലകൾ മാത്രം UDF നൽകിയെന്ന് കൂടിയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം. യെസ്, എത്ര കണ്ട് ആധികാരികമായ ഒരു തെരഞ്ഞെടുപ്പ് വിധിയാണ് UDF ഉണ്ടായിരിക്കുന്നത് എന്നതുകൂടിയാണ് ഈ കണക്ക്, വോട്ട് കണക്ക് വ്യക്തമാക്കുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, വോട്ട് ഷെയറിലെ ഈ മാറ്റം വലിയ രീതിയിൽ CPM-ൻ്റെ തിരിച്ചുവരവിന് വേണ്ടി കൂടുതൽ തന്ത്രങ്ങൾ അവർക്ക് ഒരുക്കേണ്ടി വരുമെന്നത് കൂടിയാണ്. കാരണം സംസ്ഥാനത്ത് ഭരണം നഷ്ടപ്പെടുമ്പോഴും മുന്നണികൾ മാറി മാറി ഭരിക്കുമ്പോഴും വോട്ട് ഷെയറിൽ നേരിയ ചില മാറ്റങ്ങളാണ് ഈ ഭരണമാറ്റം ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ ഇത്തവണ സംഭവിച്ചതല്ല, വലിയ തരത്തിലുള്ളൊരു എഡ്ജ് UDF വോട്ട് ഷെയറിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. CPM-ൻ്റെ കൂട്ടത്തോടെയുള്ള വോട്ട് ചോർച്ച ഉണ്ടായി എന്ന് അവരുടെ കണക്കെടുപ്പ് ശരിവെക്കുന്നത് കൂടിയാണ് ഈ വോട്ട് ഷെയറിൻ്റെ കണക്കുകൾ.